അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. യെശയ്യാ 45:2-3. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ ഒടിക്കുകയും ഇരുമ്പോടാമ്പലുകൾ തകർക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. എൻ്റെ പേര് ഡൈനി. ഇതെൻ്റെ ഹസ്ബൻഡ് മോൻസി. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത് 30/9/2025 ഞങ്ങൾ ഓൾറെഡി ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. ഞങ്ങളൊരു ഫൈനാൻഷ്യൽ ക്രൈസിസിൽ കൂടി പോവുകയായിരുന്നു. നമ്മളുടെ നാട്ടിലെ PFൻ്റെ ഫണ്ട് പോലെ ഓസ്ട്രേലിയയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫണ്ടാണ് സൂപ്പർ ഫണ്ട് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് പൈസ നമ്മുടെ കയ്യിലോട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വല്ലതും വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ അത് വാങ്ങിച്ചു. ആ ഒരു പ്രോപ്പർട്ടി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. നമ്മൾ ഒരു 1.5 വർഷമായിട്ട് ക്ലയൻസിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് 1.5 വർഷമായിട്ട് ക്ലയൻസിനെ ഒന്നും കിട്ടുന്നില്ല. കുറേ കഷ്ടപ്പെട്ടു. ക്ലയൻസിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ റെൻ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ നമ്മൾ തന്നെ പേ ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വരും. അപ്പം അങ്ങനെ ഓസ്ട്രേലിയയിലുള്ള ഒരു ഇതിൽ നമുക്ക് നല്ല ഫൈനാൻഷ്യൽ ക്രൈസിസ് ആവും. അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു എക്സ്ട്രാ പൈസ എടുത്ത് വേറൊരു വീടിൻ്റെ റെൻ്റ് അടയ്ക്കേണ്ടി വരിക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു, ഒരു ക്ലയൻറ്റിനെ എത്ര നോക്കിയിട്ടും കിട്ടുന്നില്ലാത്തത് കൊണ്ട് നമ്മൾ വിചാരിച്ചു എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ വീടെങ്കിൽ വിൽക്കാൻ വേണ്ടിയിട്ടിടാമെന്ന് വിചാരിച്ചു. വിൽക്കാൻ വേണ്ടിയിട്ടിടാം എന്ന് വിചാരിച്ചപ്പം നമ്മൾ വാങ്ങിച്ച ഒരു വില നമുക്ക് കിട്ടില്ല എന്ന് ആദ്യം തന്നെ അവർ നമ്മളുടെ അടുത്ത് പറഞ്ഞു. നമ്മൾ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല, ആരുടെ പൈസയും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു, അമ്മേ മാതാവേ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും, ഒരു 10 പൈസ പോലും ഞങ്ങൾക്ക് ആ വീട് കാരണം നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതായിരുന്നു. ഈ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് കാരണം വീട്ടിലെ മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം അങ്ങോട്ട് പോയി കിട്ടി. അതേപോലെ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിലെ സന്തോഷമുണ്ട്, പക്ഷേ നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ഇങ്ങനെ പൈസ എടുത്ത് എല്ലാ മാസവും പേ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പം ഓൺലൈൻ ഉടമ്പടിയിലായിരുന്ന ഹസ്ബൻഡ് വിചാരിച്ചു എങ്കിൽ നാട്ടിൽ വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. മോൻസ് ഇവിടെ വന്നു, തീർത്ഥാടന ഉടമ്പടി എടുത്തു. 30/9/25 വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൽ നിന്ന് കുറച്ച് ദൂരെയാണ് നമ്മൾ വാങ്ങിച്ച ഈ പ്രോപ്പർട്ടി. അപ്പോൾ എപ്പോഴും അവിടെ പോകാനോ ചെയ്യാനോ ഒന്നും നോക്കാനോ ഒന്നും പറ്റത്തില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് മോൻസിന് അവസരം കിട്ടി. അച്ഛൻ ബ്ലസ് ചെയ്ത് കാശ് രൂപം കൊടുത്തു. അപ്പം നമുക്ക് ആ ഒരു കാശ് രൂപം അവിടെ അന്നേരം കൊണ്ടുവെക്കാൻ പറ്റിയില്ല. പക്ഷേ കഴിഞ്ഞ മാസം 14-ാം തീയതി മോൻസിന് ആ ഒരു സ്ഥലം വരെ പോകേണ്ടതുകൊണ്ട് അന്നേരം അവിടെ കൊണ്ടുചെന്ന് ആ കാശ് രൂപം ആ വീട്ടിൽ വെക്കുകയും ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. 20-ാം തീയതി, കഴിഞ്ഞ മാസം 20-ാം തീയതി നമ്മൾ ബാങ്കിനോട് ഒരു മെയിൽ അയച്ചു. നമ്മളുടെ ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് കാരണം നമുക്ക് റെൻ്റ് അടയ്ക്കാൻ പറ്റില്ല, മോർഗേജ് അടയ്ക്കാൻ പറ്റില്ല, നമുക്ക് അതൊന്ന് കുറച്ച് നാളത്തേക്കൊന്ന് നമുക്ക് ആ റെൻ്റ് അടയ്ക്കുന്നതൊന്ന് പോസ് ചെയ്ത് തരാമോ എന്ന് നമ്മൾ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 2 ദിവസത്തിന്, വെള്ളിയാഴ്ചയാണ് നമ്മൾ വിളിച്ചത്, ഞായറാഴ്ചത്തേക്ക് ബാങ്കിൽ നിന്ന് ഒരു അപ്പോയിൻമെൻറ്റ് തന്നു. ഞാൻ കേട്ടിട്ടില്ല ബാങ്കിൽ നിന്ന് ഞായറാഴ്ച ഒരു അപ്പോയിൻമെൻറ്റ് തരിക എന്ന് പറയുന്നത്, ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഞായറാഴ്ച നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ബുദ്ധിമുട്ട് നമ്മൾ ബാങ്കിനോട് പറയുകയുണ്ടായി. അപ്പം അവർ നമ്മളുടെ അടുത്ത് ഒരു ഓഫർ ഇങ്ങോട്ട് തന്നു, നിങ്ങൾ വാങ്ങിച്ച വിലയ്ക്ക് തന്നെ ഞങ്ങൾ ആ വീട് എടുത്തോളാം, നിങ്ങൾ ആ റെൻ്റ് ഇനി മുതൽ അടയ്ക്കണ്ട. അപ്പം അത് തന്നെയായിരുന്നു നമ്മൾ കുറേ നാളായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. ആ ഒരു വീട് എങ്ങനെയെങ്കിലും വിറ്റുപോവുക, അതപ്പോൾ ആ ബാങ്ക് തന്നെ ആ ഒരു വീട് എടുക്കുക എന്ന് പറയുന്നത്, അതും നമ്മൾ വാങ്ങിച്ച സെയിം വിലയ്ക്ക് തന്നെ അവരത് എടുത്തോളാം എന്ന് പറയുന്നത് അമ്മ മാതാവിൻ്റെ ഒരു പ്രത്യേക മധ്യസ്ഥയും പ്രാർത്ഥനയും കൊണ്ടാണെന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഉടമ്പടിയിലുള്ള ഒരു പ്രാർത്ഥന കാരണമാണെന്ന് ഞങ്ങൾ പ്രത്യേകം വിശ്വസിക്കുന്നു.
അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾക്ക് അതിൻ്റെ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതുള്ള സാക്ഷ്യം, ഞാൻ ഒരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വേറൊരു പൊസിഷനിലോട്ട് ജോലി ചെയ്യണമെന്ന കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ചെയ്യുന്ന പൊസിഷനിൽ നിന്ന് മാറിയിട്ട് വേറൊരു പൊസിഷനിൽ ചെയ്യാൻ. അപ്പം ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തിരുന്നു. ഞാൻ ഇൻ്റർവ്യൂവിന് മുമ്പ് നമ്മളുടെ ഉടമ്പടി വസ്തുവായ എണ്ണ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും കാശ് രൂപം പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യം എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇൻ്റർവ്യൂവിൽ എനിക്ക് ആ ഒരു പൊസിഷന് ടെമ്പററി ആയിട്ട് എനിക്ക് 1 വർഷത്തേക്ക് കിട്ടി. വീണ്ടും അത് 1 വർഷത്തേക്ക് എനിക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അമ്മ മാതാവിന് പ്രത്യേക നന്ദി പറയുന്നു. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള, എൻ്റെ കൊച്ചിൻ്റെ കാലയിൽ എനിക്ക് 3 കുട്ടികളാണുള്ളത്. അതിനകത്ത് രണ്ടാമത്തെ മോന് കാലയിലിങ്ങനെ ഈ ആണി പോലെ വരികയും അത് അവന് നടക്കാനും, അവൻ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു കൊച്ചാണ്. അപ്പം അവന് അത് നടക്കാൻ പറ്റാതെ, അവൻ്റെ കാലിൽ 2 വന്നിട്ട് അത് നടക്കാൻ പറ്റാതെ അവന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. കുറേ മരുന്നുകളൊക്കെ ചെയ്തു നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു, എങ്കിൽ ഇനി മരുന്നുകളൊന്നും ചെയ്യണ്ട, നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഓയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ ഒരു ഭാഗത്ത് അവന് ആ ഒരു ഓയിലിട്ട് ബാൻഡേഡ് ഒട്ടിച്ച് ഒരു 2-3 ദിവസത്തേക്ക് ഞാൻ അങ്ങനെ വിട്ടു. പിന്നെ അവൻ അങ്ങനെ വേദന പറയാതായപ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചതുമില്ല. പിന്നെ കുറച്ച് 2-3-4 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ ഒരു സാധനം അവിടെ ഇല്ല. അത് ഫുള്ളി അത് ക്ലിയർ ആയിപ്പോയി. അതേപോലെ കുട്ടികൾക്ക് വിൻ്റർ സമയം ആകുമ്പോഴത്തേക്ക് അവർക്ക് എപ്പോഴും അസുഖങ്ങൾ വരുമായിരുന്നു. ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ എപ്പോഴും വരികയും ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടിയും വരുമായിരുന്നു. ഇപ്പോൾ അവർക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ അറിയാം എണ്ണ വേണം അല്ലെങ്കിൽ ഉപ്പ് വേണം, ഉപ്പ് ഉപയോഗിക്കണമെന്നൊക്കെ അവർക്ക് തന്നെ അറിയാം. അപ്പോൾ അവർ നമ്മളുടെ അടുത്ത് അത് എടുത്തുകൊണ്ട് തരും. നമ്മളത് വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്കത് കൊടുക്കാറുമുണ്ട്. അപ്പം നമ്മൾക്ക് ഇപ്രാവശ്യത്തെ വിൻ്റർ സമയത്ത് പിള്ളേരുടെ സിക്നെസ് വളരെ കുറവായിരുന്നു. അതേപോലെ അടുത്ത ഒരു സാക്ഷ്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് ഒരു വഴി വേണം. ഇപ്പോൾ ഉള്ള വഴിയെന്ന് പറഞ്ഞാൽ കുറച്ച് ചുറ്റിയുള്ള ഒരു വഴിയാണ്. അപ്പം ബൈപ്പാസിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു വഴി ഒരു 18-20 വർഷമായിട്ട് പറയുന്ന ഒരു വഴിയാണ് അത്. പക്ഷേ അതിൻ്റെ ഒരു പ്രോഗ്രസ്സും ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, കുറച്ച് ഉപ്പ് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് നോക്കേ, എന്താവുമെന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് മോൻസ് അവിടെ കൊണ്ടുപോയി ഉപ്പിട്ടു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു, അവിടെയോട്ടുള്ള വഴിക്കുള്ള ഗവൺമെൻറ് അപ്രൂവൽ കിട്ടി എന്നുള്ളത്. ഈ 18 വർഷമായിട്ട് നടക്കാതിരുന്ന ഒരു സാധനം ആണ്. ഒരുപാട് നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ലായിരുന്നു. പക്ഷേ 18 വർഷമായിട്ട് നടക്കാതിരുന്ന ഒരു സാധനമാണ് അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നടന്നത്. പരിശുദ്ധ അമ്മയ്ക്കും തൃക്കുമാരനും ഈ ഒരു അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുവദിച്ചതിന് 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവരെ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ സഹായിക്കുവാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ ഈ ഉടമ്പടിയിലായി കഴിഞ്ഞ ശേഷം മാക്സിമം എനിക്കും ഹസ്ബൻഡിനും മാക്സിമം ഡെയിലി കുർബാനയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. പിന്നെ കുമ്പസാരത്തിന് വേണ്ടിയിട്ടും ആഴ്ചയിൽ എന്താണെങ്കിലും ഞങ്ങളൊരു 5-6 ദിവസം കുർബാനയ്ക്ക് പോയിട്ടുണ്ടാവും. ഒരാൾ വീട്ടിൽ നിന്ന് ഡെയിലി എന്തായാലും കുർബാനയ്ക്ക് പോയിട്ടുണ്ടാവും. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ കുട്ടികളെയും നമ്മൾ കൊണ്ടുപോകും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തൃക്കുമാരനും 1000 നന്ദി പറയുന്നു. ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 5 to 6 ഡേയ്സ് വീക്ക്ലി നമുക്ക് കുർബാന കൂടാൻ വേണ്ടിയിട്ടും കുമ്പസാരത്തിന് പോകാൻ വേണ്ടിയിട്ടും ഒരു 2 ആഴ്ച അല്ലെങ്കിൽ വിത്തിൻ എ മന്ത് നമുക്ക് കുമ്പസാരത്തിന് പോകാൻ വേണ്ടിയിട്ടും നമുക്ക് പറ്റുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന നമ്മൾ രാവിലെ ചൊല്ലാറുണ്ട്. ഡെയിലി ബ്രെഡ് നമ്മൾ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്താണ് ഈ ഡെയിലി ബ്രെഡ് കേൾക്കുന്നത്. ഹസ്ബൻഡും അതേപോലെ തന്നെ ജോലിക്ക് പോകുന്ന സമയത്ത് ആ ഡെയിലി ബ്രെഡ് കെട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്.
അതേപോലെ കാരുണ്യ പ്രവർത്തനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫൈനാൻഷ്യലി സപ്പോർട്ട് വേണ്ടുന്നവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യുകയും ആരെങ്കിലുമായിട്ട് വാട്സപ്പിൽ കൂടെ ഒക്കെ ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അതേപോലെ ഉടമ്പടി ധ്യാനം വരുമ്പോൾ അത് നമ്മൾ കേൾക്കാറുണ്ട്. ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും, ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 31-ാം അധ്യായം 25-ാം വചനമാണ്. നമ്മൾ പലപ്പോഴും ശാരീരികമായും മാനസികമായിട്ടും ആത്മീയമായിട്ടും ക്ഷീണിതരാവാം. ചിലപ്പോൾ പ്രാർത്ഥനയിൽ തളരാനും സാധ്യതയുണ്ട്. ജീവിത പ്രശ്നങ്ങളിൽ മടുത്തു പോകാം. എന്നാൽ ദൈവം പറയുന്നത്, നിൻ്റെ ക്ഷീണം ഞാൻ മാറ്റും, നിൻ്റെ ശൂന്യത ഞാൻ നിറയ്ക്കുമെന്നാണ്. ഉടമ്പടി നയിക്കുന്ന മരിയൻ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതം ഒരു ആത്മീയ സമർപ്പണമായിട്ടാണ് നാം കരുതുന്നത്. നമ്മുടെ ക്ഷീണം, ദുഃഖങ്ങൾ, ശൂന്യതകൾ, തളർന്ന നിമിഷങ്ങൾ എല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ വഴിയാണ് ദൈവകൃപ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴിയാണ് ദൈവകൃപ നമുക്ക് ലഭിക്കുന്നത്. ഉടമ്പടിയിൽ നമ്മുടെ ക്ഷീണത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ നമ്മുടെ കരം പിടിച്ച് ഈശോയിലേക്ക്, ആ ശക്തിയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ദൈവമേ എനിക്ക് കഴിയില്ല എന്ന് തോന്നുമ്പോൾ നീ എൻ്റെ ശൂന്യത നിറയ്ക്കണമേ, എൻ്റെ കഴിവില്ലായ്മയെ നീ പരിഹരിച്ചു തരണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ നമുക്ക് സമാധാനം ലഭിക്കുന്നു. മോൻസി ജോസഫ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ നാം അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1.5 വർഷത്തോളം ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടാണ് മോൻസീസ് എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു, പ്രോപ്പർട്ടി മേടിച്ചതിന് ശേഷം അത് കൂടുതൽ വേറെ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനാവാത്ത ആ തളർന്ന നിമിഷത്തിൽ, ആ ക്ഷീണിച്ച നിമിഷത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷെങ്കിൽ വീണ്ടും ഒരു ഫലവും കാണാതെ വിഷമിച്ച് ആ ബുദ്ധിമുട്ടിയ സമയത്താണ് മകൻ ഇവിടെ വരികയും ഹസ്ബൻഡ് ഇവിടെ വരികയും വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും പിന്നീട് അച്ഛനെ കണ്ട്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛനൊരു ലോക്കറ്റ് കൊടുക്കുകയും ചെയ്തു. അവർ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് അതിൻ്റെ ഫലമായിട്ട് ആ പ്രോപ്പർട്ടിയിൽ പോയി, ആ സ്ഥലത്ത് പോയി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് അത് വിൽക്കാൻ സാധിച്ചു. അതൊരു പ്രത്യേക രീതിയിലാണ് അമ്മ ഇടപെട്ടത്. അത് ബാങ്ക് തന്നെ ഇടപെടുകയായിരുന്നു. പല വ്യക്തികൾ വന്നു, അത് നടന്നില്ല. പിന്നീട് അപ്രത്യക്ഷമായിട്ടാണ് ബാങ്ക് തന്നെ അതിലിടപെടുകയും ബാങ്കുകാർ തന്നെ ആ സ്ഥലം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തത്. ഇത് പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലായിട്ടാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം ഒരു മെറിറ്റുമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു. കാരണം ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ കൃപയാലാണ് ആ പ്രോപ്പർട്ടി അവർക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചതും അതും ഒരു നഷ്ടവും കൂടാതെ അവർക്കത് പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഫുള്ളായിട്ട് തിരിച്ച് ലഭിക്കുകയും ചെയ്തു എന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ലഭിച്ചത് ഓൺലൈനിൽ മകൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ജോലിയിലൊരു പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു. അവിടെയും ഉടമ്പടി വസ്തുക്കളായ, നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇൻ്റർവ്യൂയുടെ സമയത്തും മാതാവിൻ്റെ ഈശോയുടെ ഒരു സാന്നിധ്യമാണ് ഇവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും പിന്നീട് ആ ജോലിയിലുള്ള പ്രൊമോഷൻ കിട്ടിയെന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. 18 വർഷത്തോളവും വീട്ടിലേക്കൊരു വഴിയില്ലായിരുന്നു. ആ വഴിക്ക് വേണ്ടി ശ്രമിച്ചു, പക്ഷെങ്കിൽ അത് നടന്നില്ല. 18 വർഷം ലഭിക്കാത്ത ഒരു കാര്യമാണ് ഉടമ്പടിയിൽ നിയോഗം വെച്ച് സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് 2 മാസം മുമ്പ് ഗവൺമെൻറ് അപ്രൂവൽ ലെറ്റർ കിട്ടി. അതായത് അത് ഹൈവേ ബൈപ്പാസ് റോഡിലുമായിട്ട് ബന്ധപ്പെടുത്തി ഇവർക്കൊരു നല്ലൊരു വഴി കിട്ടുമെന്നുള്ള ഗവൺമെൻറ് അപ്രൂവൽ ലെറ്ററാണ് ഇവർക്ക് കിട്ടിയത്. അത് 18 വർഷങ്ങൾ നടക്കാത്ത കാര്യം ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് സമയചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് ഇവർക്ക് ആ വലിയ കാര്യം സാധിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ക്ഷീണിതരെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ്, നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന കൃപാസനം അമ്മയാണ് ഉടമ്പടി മക്കളുടെ കൂടെയുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും മരിയൻ ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു പുതുക്കലാണ്, ഒരു റിന്യൂവലാണ്. നമ്മുടെ ദുഃഖങ്ങൾ അറിയുന്ന ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ദുഃഖങ്ങൾ
എന്തു തന്നെ ആയാലും നഷ്ടങ്ങളാവാം, രോഗങ്ങളാവാം, എന്തു തന്നെ ആയാലും കുടുംബ പ്രശ്നങ്ങളാവാം, ഏകാന്തതയാവാം, ഇവയെല്ലാം നമ്മെ നമ്മുടെ ശക്തി നഷ്ടപ്പെടാം ഇവയിലെല്ലാം. പക്ഷെങ്കിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് ഉടമ്പടിയിലുള്ളത്. നമുക്ക് ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടെ, കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ആ വിശ്വാസത്തോടെ ക്ഷീണിതരാണെങ്കിൽ ശക്തിപ്പെടുത്തുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. മോൻസി ജോസഫിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.